നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി പ്രസ് ക്ലബ് നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. വിമല സ്കൂളിൽ നടന്ന ആഘോഷം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ വാണിജ്യ വിഭാഗം തൊടുപുഴ കാർഡ്സ് നേതൃത്വം നൽകുന്ന പച്ചക്കുടുക്ക പദ്ധതിയുമായി സഹകരിച്ച് ക്യാമ്പസിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാമറ്റത്ത് തരിശായി കിടന്ന ഭൂമിയിൽ നടത്തിയ പച്ചക്കറി ഉൽപാദനം 1ാം ഘട്ടം വിളവെടുപ്പ് നടത്തി. കൃഷിഭൂമിയിൽ നടന്ന വിളവെടുപ്പ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D. ബിനിൽ ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കാളിയാർ SHO ഹണി HL മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം നിര്യാതനായ തേവര SH കോളേജ് അധ്യാപകൻ നാഗപ്പുഴ വെട്ടുപാറയ്ക്കൽ ജെയിംസ് V. ജോർജിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വാർത്തകൾ വിശദമായി. ഇടുക്കി പ്രസ് ക്ലബ് ഓണാഘോഷം നടത്തി. വിമല സ്കൂളിൽ നടന്ന ആഘോഷം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, DCC പ്രസിഡന്റ് CP മാത്യു തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ മത്സരങ്ങളും ഓണസദ്യയും ഉണ്ടായിരുന്നു. First place Johan, second Rohit, Stesia, third. Let us say like that. Third place Udimala. അടുത്ത കസേരകളിൽ സ്ത്രീകളുടെ സമ്മാനമാണ്. പ്രസിഡന്റ് TC രാജു സ്ത്രീകൾക്കുള്ള സമ്മാനങ്ങൾ. ഫസ്റ്റ് പ്രൈസ് ഉന്നീച്ച. മലയാളികളുടെ മനസ്സിൽ മാറ്റി നിർത്താനാവാത്ത ഒന്നാണ് ഒരു മതേതര കാഴ്ചപ്പാടിൻ്റെ കൂട്ടായ്മ. അത് സ്വദേശത്തും വിദേശത്തും ഒരുപോലെയുണ്ട്. വിദേശത്ത് മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടും സംഗമങ്ങളും എല്ലാം ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നതും ഏറ്റവും സഹായകരമായ നിലപാടെടുക്കുന്നതും മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നതുമൊക്കെ ഉള്ള ഒരു നേതാവാണ് ശ്രീ റോഷി അഗസ്റ്റിൻ. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിൽ ഇടുക്കി പ്രസ് ക്ലബിൻ്റെയും മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഏതായാലും നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. വളരെ ഓടിയെത്തി എല്ലാ മേഖലകളിലും ടച്ച് ചെയ്യാൻ കഴിയുന്ന ഇടുക്കിയിലെ എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ആ കുടുംബാംഗങ്ങളോടുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കുന്നു. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ഫാമിലി അപ്പസ്റ്റോലേറ്റിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർധനരായ 50 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. 1500 രൂപ മൂല്യമുള്ള കിറ്റുകളാണ് വിതരണം ചെയ്തത്. കിറ്റുകളുടെ വിതരണോദ്ഘാടനം വികാരി ഫാദർ മാത്യു കൊച്ചുപുരികൾ നിർവഹിച്ചു. ഫാമിലി അപ്പസ്റ്റോലേറ്റ് പ്രസിഡന്റ് ഷോജി കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു.
കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ഫാമിലി അപ്പസ്റ്റേലിയറ്റിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർധനരായ 50 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. 1500 രൂപ മൂല്യമുള്ള കിറ്റുകളാണ് വിതരണം ചെയ്തത്. കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ നിർവഹിച്ചു. എല്ലാവർക്കും സമഭാവനയോടെ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. നമ്മുടെ ഇടവകയില് ഒരു പരിധിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് എല്ലാവരുടെയും വീടുകളിൽ അത് ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവരുടെയും വീടുകളിൽ ഇന്ന് കിറ്റെത്തും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഇടവകയിൽ ഓണം എല്ലാ വീടുകളിലും സമ്പത്തമായിട്ട് വളരെ സമൃദ്ധമായിട്ട് ഇത്തവണ ഓണം നടക്കുന്നതിൽ ഒരു സംശയവുമില്ല. അതാണ് അച്ഛൻ ആദ്യം സൂചിപ്പിച്ചത്. ഒരു ലെവലിൽ താഴെ എല്ലാവർക്കും നമ്മൾ ഇന്ന് കിറ്റുകൾ എത്തിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയ്ക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ഈ പുണ്യപ്രവൃത്തിയിൽ ലഭിക്കും. സാമ്പത്തികമായിട്ട് സഹായം ചെയ്തവർക്കെല്ലാം കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഫാമിലി അപ്പസ്റ്റേലിയറ്റ് ഭാരവാഹികൾ വികാരിയുടെ കയ്യിൽ നിന്നും കിറ്റുകൾ ഏറ്റുവാങ്ങി. തുടർന്ന് ഭാരവാഹികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വീടുകളിൽ കിറ്റുകൾ എത്തിച്ചു നൽകി. ഫാമിലി അപ്പസ്റ്റേലിയറ്റ് പ്രസിഡന്റ് ഷോജി കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. വരും മാസങ്ങളിലും ഇത്തരം ചാരിറ്റി കിറ്റുകൾ നൽകാൻ പദ്ധതിയിടുന്നതായി അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ വാണിജ്യ വിഭാഗം തൊടുപുഴ കാർഡ്സ് നേതൃത്വം നൽകുന്ന പച്ചക്കുടുക്ക പദ്ധതിയുമായി സഹകരിച്ച് ക്യാമ്പസിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക മേഖലയിലുള്ള സംരംഭകത്വം, വിപണനത്തിലുള്ള കഴിവുകൾ, വിവിധ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നേതൃത്വശേഷി എന്നിവ വളർത്തിയെടുത്ത് അവരുടെ സമഗ്ര വികസനത്തിന് പരിശീലനം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കോളേജിലെ ന്യൂമാൻ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ കോളേജ് ഇക്കണോമിക്സ് വിഭാഗം മുൻ മേധാവിയും തൊടുപുഴ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സണുമായ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികൾക്കിടയിലെ വിവിധ നിപുണതകൾ പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കി വരുന്ന വിവിധ കർമ്മ പരിപാടികളുടെ ഭാഗമായി ന്യൂമാൻ കോളേജിലെ വാണിജ്യ വിഭാഗം തൊടുപുഴ കാർഡ്സിന്റെ നേതൃത്വം നൽകുന്ന പച്ചക്കുടുക്ക പദ്ധതിയുമായി സഹകരിച്ച് ക്യാമ്പസിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക മേഖലയിലുള്ള സംരംഭകത്വം, വിപണനത്തിനുള്ള കഴിവുകൾ, വിവിധ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നേതൃത്വശേഷി എന്നിവ വളർത്തിയെടുത്ത് അവരുടെ സമഗ്ര വികസനത്തിന് പരിശീലനം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കോളേജിലെ ന്യൂമാൻ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ കോളേജ് ഇക്കണോമിക്സ് വിഭാഗം മുൻ മേധാവിയും തൊടുപുഴ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സണുമായ പ്രൊഫസർ ജെസ്സി ആന്റണി സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കപ്പളങ്ങ തോരൻ വെക്കുന്നതിന് പകരം ക്യാബേജിന്റെ പുറകെ പോകുന്നവരും ആ വിഷമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവരും ഒക്കെയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ തലമുറയ്ക്ക് ഇതിൻ്റെയൊക്കെ പോഷക ഗുണവും കാര്യങ്ങളുമൊക്കെ അറിയാമായിരുന്നു. പുതിയ തലമുറ മണ്ണിലേക്ക് ഇറങ്ങുകയോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയുകയോ ചെയ്യാത്തവരാണ് അധിക ഭാഗവും. അപ്പോൾ നിങ്ങളെയൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തിലെ തൊടികളിലേക്ക് ഇറക്കുന്നവരും അവിടെ എന്തൊക്കെയുണ്ട് എന്ന് കാണിച്ചു തരുന്നവരും ഒക്കെ ആക്കി മാറ്റുക, കാണിക്കുന്നവരുമാക്കി മാറ്റുക. നമ്മൾ മേടിക്കുന്ന വിഷമുള്ള കരുവേപ്പിലയേക്കാൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കറിവേപ്പില മേടിച്ച് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ആരോഗ്യകരം. കറിവേപ്പില ഇട്ടില്ലെങ്കിൽ ഇട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന കറിവേപ്പിലയൊക്കെ ഇങ്ങനെയുള്ള സംവിധാനത്തിലൂടെ വിറ്റഴിക്കപ്പെടുമ്പോൾ യാതൊരു വിഷവും ഇല്ലാത്ത ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. വിദ്യാർത്ഥികളുടെ വീടുകളിൽ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും ഒപ്പം അവർ ശേഖരിക്കുന്ന വിഭവങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ കോളേജിലെത്തിച്ച് ക്യാമ്പസിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക മേഖലയിൽ വിപണനം ചെയ്ത് ലാഭം കൈവരിക്കുവാൻ വേദിയൊരുക്കുകയാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച പച്ചക്കുടുക്ക പദ്ധതി ലക്ഷ്യമാക്കുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കായി ഉപയോഗിച്ച് മുന്നേറുവാൻ അവസരമൊരുക്കുക വഴി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥി ശാക്തീകരണവും പദ്ധതികളിലൂടെ സാധ്യമാകുന്നു. ഉദ്ഘാടന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, കൊമേഴ്സ് വിഭാഗം മേധാവി ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു, ഇടുക്കി ജില്ലാ വ്യവസായ വകുപ്പ് പ്രതിനിധി ജ്യോതിലക്ഷ്മി, കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ, ഡയറക്ടർ KM മത്തച്ചൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PJ ബെന്നി, കോളേജ് ബെർസാർ ഫാദർ ബെൻസൺ നിരവത്തിനാൽ, കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജോയൽ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ കർമ്മ പരിപാടികൾക്ക് കൊമേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളായ ജോർജ് മാത്യു, ജെനീറ്റ രാജു, ഡെൽന റോയ്, സൽമാൻ, ജോസ്റ്റിൻ, ജോസി, സൂര്യ പ്രിൻസ്, സാനിയ സണ്ണി, സെയ്തു ഷംസുദ്ദീൻ, അഭിനവ്, അബി ജോസഫ്, ഹരികൃഷ്ണൻ, നിരഞ്ജൻ, ടോം, അർജുൻ ചന്ദ്രൻ, ആദിൽ, ഗ്ലെൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം സർക്കാർ ലക്ഷ്യമാണെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ദേവികുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ റാപ്പിഡ് റെസ്പോൺസ് ടീം ആൻഡ് വെറ്റിനറി ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം
മൂന്നാർ ഡിവിഷനിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി നടപ്പാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നടപ്പിലാക്കിയ വിവിധ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എന്നിവ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് എ രാജ MLA അധ്യക്ഷത വഹിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം സർക്കാർ ലക്ഷ്യമാണെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ദേവികുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ റാപ്പിഡ് റെസ്പോൺസ് ടീം ആൻഡ് വെറ്റിനറി ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം, മൂന്നാർ ഡിവിഷനിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി നടപ്പാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നടപ്പിലാക്കിയ വിവിധ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എന്നിവ ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ഏറ്റവും പ്രസക്തമായ പ്രശ്നം ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണമാണ്. അതിൻ്റെ ഫലമായി ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൃഷിയും മറ്റ് ഉൽപ്പന്നങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളിൽ ഒന്ന് ആ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന്. രണ്ട് തരത്തിലാണ് അതിന് പരിഹാരം കാണാൻ കഴിയുക. ഒന്നാമത്തേത് ദീർഘകാലാടിസ്ഥാനത്തിൽ വനത്തിനകത്ത് തന്നെ വന്യജീവികളെ ആകർഷിച്ച് നിർത്താൻ പറ്റിയ വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. മറ്റൊന്ന്, വനാതിർത്തികളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി അവ നാട്ടിലേക്ക് വരുന്നത് തടഞ്ഞു നിർത്താനാവുമോ എന്ന പ്രവർത്തനങ്ങൾ നടത്തുക. 3, വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സദാ ജാഗരൂകരായി ഇത്തരം പ്രശ്നസാധ്യതകളുള്ള മേഖലകൾ കണ്ടെത്തി ആ പ്രദേശങ്ങളിൽ പ്രത്യേകമായ സവിശേഷമായ ഏർപ്പാടുകൾ ഉണ്ടാക്കണം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായും ഇരവികുളം ദേശീയോദ്യാനത്തെ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം പാമ്പാടും ഷോല നാഷണൽ പാർക്കിൽ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 320 ഹെക്ടർ സ്ഥലത്ത് അധിനിവേശ വൈദേശിക സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് പരിസ്ഥിതി പുനഃസ്ഥാപനം നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മൂന്നാർ വന്യജീവി ഡിവിഷനും തൃശൂർ ഫോറസ്ട്രി കോളേജും സംയോജിതമായി മൂന്നാർ വന്യജീവി ഡിവിഷനു കീഴിലുള്ള സംരക്ഷിത വനങ്ങളിൽ കാണപ്പെടുന്ന വൈദേശിക സസ്യങ്ങളെയും അവ കാണപ്പെടുന്ന മേഖലയും സംബന്ധിച്ച് പഠനം നടത്തി തയ്യാറാക്കിയ പുസ്തക രൂപത്തിലുള്ള റിപ്പോർട്ടിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. മൂന്നാർ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മൂന്നാർ RRTക്ക് വേണ്ടി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. പരിപാടിയിൽ അഡ്വക്കേറ്റ് എ രാജ MLA അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാമറ്റത്ത് തരിശായി കിടന്ന ഭൂമിയിൽ നടത്തിയ പച്ചക്കറി ഉൽപാദനം 1ാം ഘട്ടം വിളവെടുപ്പ് നടത്തി. കൃഷിഭൂമിയിൽ നടന്ന വിളവെടുപ്പ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D. ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി R. ബിജുമോൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാമറ്റത്ത് തരിശായി കിടന്ന ഭൂമിയിൽ നടത്തിയ പച്ചക്കറി ഉൽപാദനം 1ാം ഘട്ടം വിളവെടുപ്പ് നടത്തി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന സന്ദേശമുയർത്തിയാണ് പച്ചക്കറി കൃഷി സംഘടിപ്പിച്ചത്. 1ാം ഘട്ടമായി വിളവെടുത്ത വിവിധ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ മുതലക്കൊടുത്ത് പ്രവർത്തിക്കുന്ന സ്നേഹാലയം അനാഥാലയത്തിന് കൈമാറി. സംസ്ഥാന കൃഷി വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്ന പച്ചക്കറിയുടെ പ്രാദേശിക ഉൽപാദന സ്വയം പര്യാപ്തത പ്രാവർത്തികമാക്കുവാൻ ലക്ഷ്യം വെച്ചാണ് ജോയിന്റ് കൗൺസിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി ആസൂത്രണം ചെയ്തത്. കൃഷിഭൂമിയിൽ നടന്ന വിളവെടുപ്പ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D. ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഒരു മുഴം പച്ചക്കറി എന്നുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാമറ്റത്ത് ഏതാണ്ട് 50 സെൻറ്റോളം വരുന്ന സ്ഥലത്ത് വിവിധ കൃഷികൾ, വെണ്ടക്കയും പടവലങ്ങയും ചേനയും ഉൾപ്പെടെ വിവിധങ്ങളായ പച്ചക്കറികൾ കൃഷി ഇറക്കുകയും അതിൻ്റെ വിളവെടുപ്പ് ഇപ്പോൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആലോചിച്ചത് അത് ഏറ്റവും അർഹമായ അനാഥാലയങ്ങൾ ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ വിതരണം നടത്തണമെന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ സ്നേഹാലയത്തിൽ ഈ പച്ചക്കറികളുമായി എത്തിച്ചേർന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ വകയായിട്ടുള്ള
ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്തലി, ജില്ലാ കമ്മിറ്റി അംഗം MS ശ്രീകുമാർ, മേഖലാ കമ്മിറ്റി അംഗം CP ഗംഗാധരൻ, MC വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജോർജ് തോമസ് പച്ചക്കറി പരിപാലനത്തിന് ചുമതല നിർവഹിച്ചു. ജോയിന്റ് കൌൺസിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ ജൈവ പച്ചക്കറി ഉൽപാദനം മാതൃകാപരമാണെന്നും സ്നേഹാലയത്തിന് കൈമാറുവാൻ കാണിച്ച സന്മനസ്സിന് നന്ദി രേഖപ്പെടുന്നതായും സ്നേഹാലയ മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഞങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദിയും പറയുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുന്നു. സിസ്റ്റർ ആൻസ് മരിയ, സിസ്റ്റർ മരിയ കണ്ണമ്പള്ളി, സിസ്റ്റർ ട്രീസ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. കരിമണ്ണൂർ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കാളിയാർ SHO ഹണി HL മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ഇടുക്കി ജില്ലയിലെ വിവിധ സെന്ററുകളിൽ നിന്നുള്ള കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു. പുഷപ്പ്, പുള്ളപ്പ്, ഡെഡ് ഹാങ്ങിങ്, പ്ലാങ്കിങ്, സിറ്റപ്സ്, സിംഗിൾ ലെഗ് സിറ്റപ്സ്, വടംവലി തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ബേബി ജോർജ് നേതൃത്വം നൽകി. കരിമണ്ണൂർ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ 2K24 ഓണാഘോഷം കരിമണ്ണൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു. കാളിയാർ SHO ഹണി HL മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കളം ചുടുന്ന പൂവിൻ നിഴലിലൊരു പുത്തനം പൊന്നോണ രാത്രി. തൃക്കളം ചുടുന്ന പൂവിൻ നിഴലിലൊരു പുത്തനം പൊന്നോണ രാത്രി. നമുക്ക് ഏറ്റവും പ്രധാനം എന്തൊക്കെ ഉണ്ടായിരുന്നാലും ധനമോ മറ്റ് പദവികളോ എന്തൊക്കെയായാലും ശരി, ശരീരത്തിന്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ആയോധന കല അഭ്യസിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ രാവിലെ ഒരു ചിട്ടയായ ജീവിതം ക്രമീകരിക്കുന്നതിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് കരാട്ടയോ കളരിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആയോധന കല അഭ്യസിക്കുക എന്നുള്ളത്. കായികപരമായിട്ടുള്ള നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ നമുക്ക് തോന്നത്തക്ക വിധത്തിൽ നമുക്ക് ശരീരത്തെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കും. ഏത് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം മോശമായത് കഴിക്കാതിരിക്കുക, പിന്നെ മദ്യപാനം, ഇങ്ങനെയുള്ള ലഹരി ഉപയോഗങ്ങൾ, ഇതൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് നമ്മളെ മാനസികമായി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഇതേപോലെയുള്ള ആയോധന കലകളിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും മറ്റും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ഇടുക്കി ജില്ലയിലെ വിവിധ സെന്ററുകളിൽ നിന്നുള്ള കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു. കരിമണ്ണൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കാളിയാർ SI അനസ് മുഖ്യപ്രഭാഷണം നടത്തി. പുഷപ്പ്, പുള്ളപ്പ്, ഡെഡ് ഹാങ്ങിങ്, പ്ലാങ്കിങ്, സിറ്റപ്സ്, സിംഗിൾ ലെഗ് സിറ്റപ്സ്, വടംവലി തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടായിരുന്നു. ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ബേബി ജോർജ് നേതൃത്വം നൽകി. മത്സരങ്ങൾക്ക് ശേഷം കരിമണ്ണൂർ SI ഹാഷിം സമ്മാനദാനം നിർവഹിച്ചു. സൗത്ത് സോൺ കരാട്ടെ മാസ്റ്റർ AG രാജു, കരാട്ടെ അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ബേബി എബ്രഹാം എന്നിവർ യോഗത്തിൽ ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വഴിത്തല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാംഗോ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുറപ്പുഴ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് സൗജന്യമായി പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടന്ന മീറ്റിംഗിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ജിജി വർഗീസ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാർട്ടിൻ ജോസഫ് വിത്തുകളുടെ വിതരണോദ്ഘാടനം ചെയ്തു. വഴിത്തല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാങ്കോ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുറപ്പുഴ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് സൗജന്യമായി പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടന്ന മീറ്റിംഗിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ജിജി വർഗീസ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാർട്ടിൻ ജോസഫ് വിത്തുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വഴിത്തല സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സോമി വട്ടക്കാട്ട്, വാങ്കോ ഡയറക്ടർ ബോർഡ് മെമ്പർ റോയ് ജോസഫ് കാട്ടേത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല പ്രതിരോധശക്തി ഉണ്ടാകുന്നത്. ഈ പ്രതിരോധശക്തി ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് മറ്റ് അസുഖങ്ങളൊക്കെ നമുക്ക് പിടിപെടുന്നത്. അപ്പം നമുക്ക് നല്ല ഭക്ഷണം കിട്ടിയേ മതിയാകൂ, അല്ലേ? നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും നിങ്ങളിൽ ഒരു കൃഷി ശീലം നിങ്ങളിൽ ഉളവാക്കുന്നതിനും കൃഷിയോട് നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടി കൂടിയാണ് ഈ വാംഗോ സൊസൈറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന വാംഗോ സൊസൈറ്റിയുടെ അതിൻ്റെ പ്രസിഡന്റിനെയും അതിൻ്റെ വാംഗോയുടെ മെമ്പർമാരെയും എല്ലാം പ്രത്യേകമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടിയിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം താല്പര്യപൂർവ്വം ഇന്ന് മുന്നോട്ട് വന്ന നിങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങളുടെ ഈ കൃഷി നിങ്ങൾക്ക് തരുന്നതിൻ്റെ പുതിയൊരു കൃഷി നമ്മുടെ ഈ പ്രദേശത്ത് നിങ്ങളിലൂടെ ഉടലെടുക്കുകയാണ്.
അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, വഴുത്തല. കഴിഞ്ഞ ദിവസം നിര്യാതനായ തേവര SH കോളേജ് അധ്യാപകൻ നാഗപ്പുഴ വെട്ടുപാറക്കൽ ജെയിംസ് വി ജോർജിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വസതിയിലും നാഗപ്പുഴ സെന്റ് മേരീസ് പള്ളിയിലും ആയിരക്കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സങ്കടപ്പെടുന്നവർ അങ്ങയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങേ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും എന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. നമ്മുടെ കർത്താവ് ദൈവരാജ്യത്തിന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണവഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്ഥാനം രക്ഷയുമുയരം നൽകുന്നു. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. ഞാൻ ശരണപ്പെടുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്ഥാനം രക്ഷയുമുയരം നൽകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും, മൃതരുടെ എഴുന്നേൽക്കും. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിൻ്റെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഖബറുടെ നീ ഭൗതികരിക്കണമേ. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിൽ
രാജസിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകൈയുമായി ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കാലയളവിൽ സ്വകാര്യ ബസ് ഓടിച്ചു നടന്ന ഡ്രൈവറെ കോതമംഗലത്ത് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. കുട്ടമ്പുഴ ഭാഗത്തു നിന്നും കോതമംഗലം ഭാഗത്തേക്ക് സർവീസ് നടത്തിയ ഐഷാസ് ബസ്സിലെ ഡ്രൈവർക്ക് സാധുതയുള്ള ലൈസൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്തു. ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് 2 മാസം മുമ്പ് കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താലിപ്പാറയിൽ വെച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ ഡ്രൈവറായിരുന്ന അജിത്തിന്റെ വിശദീകരണം കേട്ട ശേഷം മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ 6 മാസക്കാലം ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നത് വിലക്കി കോതമംഗലം ജോയിന്റ് RTO സസ്പെൻഡ് ചെയ്തിരുന്നു. ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കാലയളവിൽ സ്വകാര്യ ബസ് ഓടിച്ചു നടന്ന ഡ്രൈവറെ കോതമംഗലത്ത് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. കോതമംഗലം താലൂക്കിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നുള്ള വാഹന പരിശോധനയിൽ കുട്ടമ്പുഴ ഭാഗത്തു നിന്നും കോതമംഗലം ഭാഗത്തേക്ക് സർവീസ് നടത്തിയ KL 44 D0367 ഐഷാസ് ബസ്സിലെ ഡ്രൈവർക്ക് സാധുതയുള്ള ലൈസൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്തു. 15,000 രൂപ പിഴ ചുമത്തിയ ശേഷം സാധുതയുള്ള ലൈസൻസ് ഉള്ള മറ്റൊരു ഡ്രൈവറെ വെച്ച് ട്രിപ്പ് മുടക്കാതെ തന്നെ വാഹനം വിട്ടു നൽകുകയും ചെയ്തു. വാഹനോടമ സർവീസ് മുടങ്ങാതിരിക്കാൻ പകരം ഡ്രൈവറുമായി ഹാജരായതിനെ തുടർന്നാണ് വാഹനം വിട്ടു നൽകാനായത്. പരിശോധനയിൽ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് 2 മാസം മുമ്പ് കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താലിപ്പാറയിൽ വെച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ ഡ്രൈവറായിരുന്ന അജിത്തിന്റെ വിശദീകരണം കേട്ട ശേഷം മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ 3/7/2024 മുതൽ 6 മാസക്കാലം ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നത് വിലക്കി കോതമംഗലം ജോയിന്റ് RTO സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുൻപാകെ അപ്പീൽ നൽകാൻ പോലും ശ്രമിക്കാതെയാണ് ഡ്രൈവർ അജിത് TS റദ്ദാക്കൽ കാലയളവിൽ വാഹനമോടിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥന്റെ മുന്നിൽ തന്നെ പിടിക്കപ്പെട്ടത്. ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്ത കാലയളവിൽ വാഹനമോടിച്ച് വീണ്ടും അപകടത്തിൽപ്പെട്ടാൽ പരിക്കേറ്റവർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഒരു തരത്തിലും നഷ്ടപരിഹാരം കിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വരും ദിവസങ്ങളിലും സർവീസ് ബസ്സുകളിൽ ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ കോതമംഗലം ജോയിന്റ് RTO സലീം വിജയകുമാർ അറിയിച്ചു. വാഹന പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബെന്നി വർഗീസ്, റെജിമോൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സുനിൽ കുമാർ, എൽദോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴയിൽ കേൾവിയിലെ പുതുലോകം തുറന്നു. ഡെസിബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ബാലൻസ് ആൻഡ് സ്പീച്ച് സയൻസ് കുമാരമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേൾവി പരിശോധന, ശ്രവണ സഹായി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, തലകറക്കം, ചെവിമൂളൽ ഇവയ്ക്കുള്ള ചികിത്സ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സൈക്കോളജിസ്റ്റിന്റെ സേവനം ഡെസിബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ബാലൻസ് ആൻഡ് സ്പീച്ച് സയൻസിൽ ലഭ്യമാണ്. 2016 മുതൽ തൊടുപുഴയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡെസിബൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ കൂടുതൽ സേവനങ്ങളുമായി നൂതന സാങ്കേതിക മികവോടെ കുമാരമംഗലം ഉരിയേരിക്കുന്നിൽ അശോക് ലൈലാൻഡ് സർവീസ് സെന്ററിന് എതിർവശം പ്രവർത്തനം തുടങ്ങി. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേൾവിക്കുറവ്, തലകറക്കം, ചെവിയിലെ മൂളൽ, ഓട്ടിസം, വിക്ക് കൂടാതെ സ്ട്രോക്ക് മൂലമുണ്ടാകുന്ന സംസാര പ്രശ്നങ്ങൾ,
ആഹാരം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, ADHD, ബുദ്ധിമാന്ദ്യം, പഠനവൈകല്യം മുതലായവ നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും വിദഗ്ധരായ കൺസൾട്ടൻസിന്റെ സേവനവും സൗകര്യങ്ങളും ഈ സെന്ററിൽ ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഫ്രാൻസിസ് കരിമ്പനാനി അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ അവിര ജോസഫ് നിർവഹിച്ചു. ജോയി കിഴക്കൽ, ഹെഡ്മാസ്റ്റർ ദിനേശ് സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ മലയാള തനിമ വിളിച്ചറിയിക്കുന്ന സാംസ്കാരിക ഘോഷങ്ങളുടെ യാത്രയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഘോഷയാത്രയെ തുടർന്ന് നടന്ന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് ഫ്രാൻസിസ് കരിമ്പനാനി അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ അവിര ജോസഫ് നിർവഹിച്ചു. ജോയി കിഴക്കൽ, ഹെഡ്മാസ്റ്റർ ദിനേശ് സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് കുട്ടികളും അധ്യാപകരുമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തുടർന്ന് ഓണസദ്യയും പായസ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ഓണം ആഘോഷമാക്കി കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഓണക്കളികളിൽ പങ്കെടുത്തും ഓണസദ്യയുണ്ടും വിദ്യാർത്ഥികൾ ഓണാഘോഷം ഗംഭീരമാക്കി. ഓണത്തോടനുബന്ധിച്ച് അധ്യാപകരുടെയും PTA പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓണസദ്യ ഒരുക്കിയിരുന്നു. സ്കൂൾ മാനേജർ ഫാദർ സോട്ടർ പെരിങ്ങാലപ്പള്ളിൽ ഓണ സന്ദേശം നൽകി. വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായവർക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓണം ആഘോഷമാക്കി കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഓണക്കളികളിൽ പങ്കെടുത്തും ഓണസദ്യയുണ്ടും വിദ്യാർത്ഥികൾ ഓണാഘോഷം ഗംഭീരമാക്കി. കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തകൃതാളം 2024 എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഓണാഘോഷ പരിപാടികൾ കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും വിരുന്നായി മാറി. അത്തപ്പൂക്കളം ഒരുക്കിയും മാവേലി മന്നനെ വരവേറ്റും വിദ്യാർത്ഥികൾ ഓണം ആഘോഷമാക്കി.
ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. മലയാളി മംഗ, കേരള കേസരി മത്സരം, വടംവലി മത്സരം എന്നിവയിൽ വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെ പങ്കെടുത്തു. കേരള തനിമ വിളിച്ചറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തിരുവാതിര കളി വേറിട്ട കാഴ്ചയായി. ഓണത്തോടനുബന്ധിച്ച് അധ്യാപകരുടെയും PTA പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓണസദ്യ ഒരുക്കിയിരുന്നു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളിൽ ഓണസന്ദേശം നൽകി. വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായവർക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി പ്രസ് ക്ലബ് നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. വിമല സ്കൂളിൽ നടന്ന ആഘോഷം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ വാണിജ്യ വിഭാഗം തൊടുപുഴ കാർഡ്സ് നേതൃത്വം നൽകുന്ന പച്ചക്കുടുക്ക പദ്ധതിയുമായി സഹകരിച്ച് ക്യാമ്പസിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാമറ്റത്ത് തരിശായി കിടന്ന ഭൂമിയിൽ നടത്തിയ പച്ചക്കറി ഉൽപാദനം 1ാം ഘട്ടം വിളവെടുപ്പ് നടത്തി. കൃഷിഭൂമിയിൽ നടന്ന വിളവെടുപ്പ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കാളിയാർ SHO ഹണി HL മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം നിര്യാതനായ തേവര SH കോളേജ് അധ്യാപകൻ നാഗപ്പുഴ വെട്ടുപാറക്കൽ ജെയിംസ് V ജോർജിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.